ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് വന്നിട്ടുള്ള മെസ്സേജസിൽ ഏറ്റവും കൂടുതൽ കറുപ്പിൻ്റെ ടീസർ കണ്ടിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ പോസ്റ്റ് ചെയ്യാമോ എന്നുള്ളതായിരുന്നു. സൂര്യ നായകനെ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ സിനിമ തൃഷയാണ് അദ്ദേഹത്തിനോടൊപ്പം വരുന്നത്. ആർ ജെ ബാലാജിയുടെ സ്ക്രിപ്റ്റും ഡയറക്ഷനുമാണ്. ആർ ജെ ബാലാജിയുടെ സിനിമകളൊക്കെ അത്യാവശ്യം രസമുള്ള സിനിമകളാണ്. അതിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു മെസ്സേജുകളൊക്കെ ഉണ്ടാവും. ചില സമയത്ത് അതിനൊരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ അത്രയും വാല്യൂ വരാറുള്ളൂ എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. എന്നാൽ പോലും ചില കാര്യങ്ങൾ പുള്ളി പറയുന്നത്, പുള്ളി ചോദിക്കുന്നതൊക്കെ നമുക്ക് വളരെ റെലവൻ്റായി തോന്നുകയും ചെയ്യും. എന്തായാലും അദ്ദേഹത്തിനെ പോലൊരു ഫിലിം മേക്കറിന്, സൂര്യയെ പോലൊരു ആർട്ടിസ്റ്റിനെ കിട്ടിക്കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാം. ഇതിൻ്റെ ഒരു പോസ്റ്റർ പരിപാടിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഗംഭീരമായിരുന്നു. അപ്പം നമുക്ക് കറുപ്പിൻ്റെ ടീസർ കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഓ, വക്കീല ഷോ എന്താടാ അത്? സ്ലോ മോഷനാണ് മെയിൻ തോന്നുന്നു. ഓ, ആ വിഷ്വലൊക്കെ വലിയ സ്ക്രീനിൽ കാണണം കേട്ടോ. ആ ഡാൻസേഴ്സ് എല്ലാവരും ഉള്ളത് തിയേറ്ററിൽ ഭയങ്കര രസമായിരിക്കും. മറ്റേ സാധനം ഫാൻസിനുള്ള ആയാൽ മതിയായിരുന്നു. സ്റ്റൈലിലൊന്നും പറയാനില്ല കേട്ടോ. അവസാനം വന്ന കുറച്ച് സിനിമകൾ പടുപരാജയങ്ങളായിരുന്നെങ്കിലും സൂര്യ ലുക്കിൽ അണ്ണൻ അങ്ങനെ തന്നെ നിൽക്കും. ഈ പരിപാടികളൊക്കെ പുള്ളിനെ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളതെന്ന് തോന്നുന്നു. അമ്മാതിരി ലുക്കിൽ വേറെ ആരെയും കാണിച്ചിട്ടില്ല. ഇറ്റ്സ് എ സൂര്യ ഷോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ടീസർ അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിനിമയും ഏകദേശം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മുടെ അജിത്തിൻ്റെ ലാസ്റ്റ് വന്ന പടം ഒരു ഫാൻ പരിപാടി, പടത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു. അതൊരു ഗംഭീര പരിപാടിയാണ്. അതായത് തിയേറ്ററിൽ ആസ് എൻ അജിത്ത് ഫാൻ, ഞാൻ അജിത്തിൻ്റെ വളരെ കുറച്ച് സിനിമകളും അതിലും കുറച്ച് സീനുകളും മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഒരാളായിട്ട് ഞാൻ തിയേറ്ററിൽ ചെന്നിരിക്കുമ്പോഴും എനിക്ക് ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് അത് ഫീൽ ചെയ്തത്. അങ്ങനെ വേണം ഒരു താരത്തിനെ സെലിബ്രേറ്റ് ചെയ്യാൻ എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ സൂര്യ എന്ന് പറയുന്ന സ്റ്റാറിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സിനിമയൊക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ ഇപ്പോൾ നമ്മൾ ഗജനിയിൽ കണ്ടിട്ടുള്ളത് പോലത്തെ കുറച്ച് റഫറൻസ് സീനുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ സാധനം വേറെ ലെവലായിരിക്കും എന്നുള്ളതാണ്. സായ് അഭ്യങ്കറാണ് ഇതിൻ്റെ മ്യൂസിക് പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ളത്. അടിപൊളി, ഗംഭീരം. ആൻഡ് ഇതിനകത്ത് സ്വാസിക ഉണ്ടല്ലോ, സ്വാസിക ഇപ്പോൾ തമിഴ് സിനിമയിൽ മാറ്റി നിർത്താനാവാത്ത ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്. അതാണ് നല്ലത് എന്നെനിക്കും തോന്നുന്നു. ഇവിടെ മലയാളത്തിൽ പുള്ളിക്കാരിക്ക് കിട്ടുന്ന വേഷങ്ങൾ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ തമിഴിൽ നല്ല പെർഫോമൻസ് ഉണ്ട്, അവർക്ക് നല്ല ഫാൻ ഫോളോയിങ് ഉണ്ട്. അവരോട് പോയി വളരട്ടെ, വളർന്ന് വലുതാവട്ടെ. പക്ഷേ ഇതൊരു മലയാള സിനിമ പോലെ ഉണ്ട് കേട്ടോ. അതായത് സൂര്യൻ ദൃശ്യം കഴിഞ്ഞാൽ ഇന്ദ്രൻസ്, സ്വാസിക, ശിവദ, അനഘ മായ രവി, എനിക്ക് തോന്നുന്നു അനഘ രവി നമ്മുടെ ആലപ്പുഴ ജിങ്കാനയിലും പിന്നെ മമ്മൂക്കയുടെ സിനിമയിലൊക്കെ ഉണ്ടായിരുന്ന പുള്ളിക്കാരി തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ മലയാളികളുടെ എണ്ണം ശരിയുണ്ട്. പക്ഷെ കൊള്ളാം, നല്ലതാ. നല്ല ആർട്ടിസ്റ്റുകൾ നമ്മുടെ കയ്യിൽ ഇരിക്കുകയല്ലേ, അവരെല്ലായിടത്തും പോയി അവരങ്ങോട്ട് വലുതാവട്ടെ, വലിയ വലിയ ആർട്ടിസ്റ്റുകളായിട്ട് മാറട്ടെ, ഒരുപാട് ആളുകളുടെ സ്നേഹം പിടിച്ചു പറ്റട്ടെ. ഒരു ആർട്ടിസ്റ്റിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹം കിട്ടുക എന്നുള്ളതാണ്, അംഗീകാരം കിട്ടുക എന്നുള്ളതാണ്. അത് അവർക്ക് ഈ അതിർത്തികൾക്കൊക്കെ അപ്പുറം ഒരുപാട് കിട്ടട്ടെ, വലിയൊരു വിജയമായിട്ട് സിനിമ മാറട്ടെ. സൂര്യ എന്ന് പറയുന്ന ആ ഒരു താരത്തിന് അദ്ദേഹത്തിൻ്റെ ഫാൻസിന് സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു സാധനം കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ഫാൻസിന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അവർ ഓരോ തവണയും തയ്യാറായിട്ടിരിക്കും. പക്ഷേ സിനിമ വരുമ്പോൾ ഷോകാവാറാണ് പതിവ്. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല. ഈ പടം ഇത് കൊളുത്താനുള്ളത് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ. ആർ ജെ ബാലാജി എന്ന് പറയുന്നത് പുള്ളി ഈ സിനിമ കാണുന്ന ഓഡിയൻസിനെ കൃത്യമായി പ്ലാൻ ചെയ്ത് വെച്ചിട്ട് പടം ചെയ്യുന്നതാണെന്ന് തോന്നിയിട്ടുണ്ട്. പുള്ളിയുടെ ഓരോ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഓരോ ക്രൗഡിൽ അത് ഭയങ്കരമായിട്ട് ഫിറ്റാവുന്ന അങ്ങനത്തെ സിനിമകളാണ്. അപ്പോൾ ആ ഒരു ഓഡിയൻസ് പൾസ് അറിയാവുന്ന ആളെന്നുള്ള നിലയ്ക്ക് ഫാൻസിന് സെലിബ്രേറ്റ് ചെയ്യാനുള്ളൊരു ഗംഭീര സിനിമയായിട്ട് ഇത് മാറട്ടെ എന്ന എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.